ഇവരെയൊന്നും വിശ്വസിക്കരുതെന്ന് അമ്മ പറഞ്ഞു. ഷോ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വ്യക്തമായ ചിത്രം മനസ്സിലായത്. എന്നെ സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ അതേ ഭാഷയിൽ തന്നെയാണ് പ്രതികരിക്കാറുള്ളത്. മനസ്സിൽ തോന്നിയത് കൃത്യമായി പറയുന്ന ഒരാളാണ് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ബിഗ് ബോസിൽ നിന്നത്. അവിടെ വെച്ച് അല്പം പ്രണയ നാടകവും കരച്ചിലും വിളച്ചിലുമൊക്കെയായി പെരുമാറിയിരുന്നുവെങ്കിൽ ഞാൻ ഷോയിൽ നിന്ന് പോയേനെ. അതിൻ്റെ അകത്ത് പോയപ്പോൾ ഞാൻ എല്ലാവരോടും നന്നായാണ് പെരുമാറിയത്. എനിക്ക് തീരെ സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് പൊട്ടിത്തെറിച്ചത്. ഫേക്ക് കളിക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അല്ലാതെ നിൽക്കുന്നത്. നോറ ഞാനുമായി ബിഗ് ബോസിൽ വളരെ അടുത്ത് നിന്നൊരാളായിരുന്നു. എന്നാൽ പുറത്തു വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. നോറ മാത്രമല്ല, പലരും. നോറ കുറേ കോംബോ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. നോറ ഒരു നിറത്തിലുള്ള വസ്ത്രമിട്ടാൽ അതേ നിറത്തിലുള്ള വസ്ത്രമിട്ട് വരാൻ എന്നോട് പറയും. ഒരുമിച്ചിരിക്കാൻ പറയും. ആ സമയത്ത് നോറയുമായി എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു. അവരോട് അട്രാക്റ്റഡ് ആയിരുന്നില്ലെങ്കിലും അത്രയും ക്ലോസ് സ്പേസിൽ ഒരാൾ നമ്മളോട് നന്നായി പെരുമാറുകയാണ്. സൗഹൃദത്തിനേക്കാൾ വലിയൊരു കണക്ഷൻ എനിക്ക്